ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി ഡേ ആക്കിയാലോ. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാനൊരു പേരിട്ടിട്ടുണ്ട്, ഗോൾഡൻ കോളി സ്ക്രാമ്പിൾ. പേരെങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഓൾറെഡി കുക്ക്ഡാണ്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബൗളിൽ മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുന്നുണ്ട്, അതിലോട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിലാണെങ്കിൽ കുറച്ച് ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ഞാൻ അതിലോട്ട് ആദ്യം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യാനുള്ള എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഓക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ ഓയിലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് കാണില്ലേ, അതൊന്ന് പോകുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഇത്തിരി ടൊമാറ്റോ സോസ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് താല്പര്യമില്ല, അതായത് സ്പൈസസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, സോസ് മാത്രം ആഡാക്കി കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഗോൾഡൻ കോളി സ്ക്രാമ്പിൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.